ഉറങ്ങി എണീറ്റപ്പോൾ എല്ലാവരും പറഞ്ഞ് വയനാട് എത്തിയെന്ന്. അപ്പോൾ പിന്നെ വയനാട്ടിലെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വിചാരിച്ചു. അങ്ങനെ ചുരമോ അങ്ങനെ എന്തൊക്കെ ഹൈ റേഞ്ച് ആണെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടെ. സാധനം കയറിക്കൊണ്ടിരിക്കുന്നു, ഓരോ വളം നല്ല രസമുണ്ട്. വയനാട്ടിൽ ഇത്ര ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിയില്ല. എന്തായാലും കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ ഓരോ കാഴ്ചകളും കണ്ടങ്ങനെ വണ്ടിയിലങ്ങ് ഇരുന്നപ്പോഴത്തേക്കും നമുക്ക് ഫ്രഷ് ആവാനുള്ള റൂം കിട്ടി. അങ്ങനെ നമ്മൾ പോയി ഫ്രഷൊക്കെ ആയി. ഇതാണ് രണ്ടാമത്തെ ദിവസത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. അങ്ങനെ അതൊക്കെ ഇട്ടു. നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. മസാല ദോശയായിരുന്നു. പിന്നെ അമ്മേനെ കറി നൈസായി ഞാൻ കുറച്ചെടുത്തായിരുന്നു. പിന്നെ അത് കഴിച്ച് അവിടെ നിന്ന് നേരെ അടുത്ത സ്ഥലത്തോട്ട്. പക്ഷെ നല്ല മഴ, എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടെ, നല്ല മഴയായിരുന്നു. അങ്ങനെ മഴയിൽ നമ്മൾ കുടയൊക്കെ പിടിച്ചിട്ട് അടുത്ത സ്ഥലത്തെത്തി. അങ്ങനെ അവിടെ നിന്ന് ഇടയ്ക്കൽ കേവ്സ് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകാൻ ടിക്കറ്റൊക്കെ എടുത്ത് കയറി. ഞാനും ചേച്ചിയും വാവയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചായിരുന്നു. വാവ പിന്നെ വേറെ ആരെയും കയ്യിൽ പോയില്ല. കുരങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ കയറിയപ്പോഴാണ് ഇതിൻ്റെ പാട് നമ്മൾ അറിഞ്ഞത്. കയറി നമ്മളൊരു സ്പോട്ടിൽ എത്തും, വീണ്ടും കയറണം. അങ്ങനെ കയറി അപ്പോൾ നമ്മളൊക്കെ എവിടെ എത്തിയെന്ന് നമുക്ക് അറിയണ്ട. കയറിയിട്ടും തീരണില്ല. മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇത്രയും നമ്മൾ കയറിയെന്ന് നമുക്ക് മനസ്സിലാവണം. അങ്ങനെ റെസ്റ്റ് എടുത്ത് നമ്മളിങ്ങനെയൊക്കെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ എത്തിക്കാണും എന്ന് വിചാരിച്ച്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അത് കയറാമെന്ന് വിചാരിച്ചു. അത് കയറാൻ കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. ഇങ്ങനെയെങ്കിലൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറണം. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറി. അങ്ങനെ അടുത്ത സ്റ്റെപ്പും കയറി. അങ്ങനെ ഇതാണ് അതിൻ്റെ മുകളിലത്തെ ടോപ്പ് എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മളിതെല്ലാം കയറി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇതാണ് കാണുന്നത്. അതാണ് മീൻസ് വയനാട് സിറ്റി ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. അത്രയായിരുന്നു അവിടെ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിൽ പോകുമ്പോൾ ഇവളെ പിന്നെ ഡാൻസും ഇതൊക്കെയായിരുന്നു, പാട്ടിട്ടപ്പോൾ. പിന്നെ അവളെ കുറച്ച് നേരം നമ്മൾ വൈബാക്കി. പിന്നെ അവൾ ഡൗണായി. അവൾ എൻ്റെ കിടന്നുറങ്ങി എൻ്റെ കയ്യിലിരുന്ന്. പിന്നെ നമ്മൾ നേരെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഒരു പാർക്കിലോട്ടാണ് പോയത്. അങ്ങനെ അവിടെ പാർക്കിൽ ടിക്കറ്റൊക്കെ എടുത്തു. പാർക്കല്ല, ശരിക്കും പറഞ്ഞാൽ അത് ഡാമിൻ്റെ എൻട്രൻസ് ആണ്. പക്ഷെ അവിടെ ഫുൾ പാർക്കും സെറ്റപ്പൊക്കെയാണ്. അത് കഴിഞ്ഞിട്ടാണ് എൻട്രൻസ്. പിന്നെ വാവേനെയൊക്കെ അവിടെ കൊണ്ടുപോയി. അവൾ പറഞ്ഞത് ചറവാൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ചറവിച്ചിട്ട് നേരെ നമ്മൾ ആ പാർക്കിൻ്റെ ഇതൊക്കെ തുടങ്ങി. എനിക്കിതിലെല്ലാം കയറണമെന്നുണ്ട് ഗൈസ്. പിന്നെ ചെറിയൊരു മനോധൈര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതിലൊന്നും എന്നെ വിട്ടില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അതിൽ പോകണമെന്നുള്ളത് ഈ സാധനത്തിലായിരുന്നു. പിന്നെ ദൂരെ നിന്ന് കണ്ടപ്പോൾ നല്ല രസമായിരുന്നു. അടുത്ത് പോയി നിന്ന് കണ്ടപ്പോൾ ശിവനെ എന്തൊക്കെയോ ആയിരുന്നു ഞാൻ. അതുകൊണ്ട് പിന്നെ ആ താല്പര്യം അങ്ങ് വിട്ട്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ഡാമിലോട്ടായിരുന്നു. അങ്ങനെ ഡാമിൽ പോയി. അങ്ങ് നടന്നു പോയില്ല. ഇവിടെ നിന്ന് ജസ്റ്റ് ആ വ്യൂ ഒക്കെ കണ്ടിട്ട് അവളെ കൈ പിടിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചത് ആ ബസ്സിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. പിന്നെ അങ്ങനെ ബസ്സൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് നേരെ അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടിയിരിക്കുന്നു. അപ്പോഴത്തേക്കും അച്ഛനും മോളും നല്ല ഡാൻസും വൈബൊക്കെ ആയിരുന്നു പാട്ടിട്ടപ്പോഴത്തേക്കും. പിന്നെ അതൊക്കെ എടുത്തു. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഡ്രൈവർ ചാട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ അതും വീഡിയോ എടുത്ത്. അത് വൈബായിരുന്നു. നമ്മൾ ഡ്രൈവർ ചാട്ടന്മാരൊക്കെ ആയിട്ട് കമ്പനി ഇങ്ങനെ അതും കഴിഞ്ഞ് നോക്കിയപ്പോൾ വണ്ടി ചെളിയിലായി ഗൈസ്. അങ്ങനെ ആ വണ്ടി കെട്ടി വലിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ വണ്ടി വലിച്ച് സെറ്റാക്കി. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു സ്ഥലത്ത് പോയായിരുന്നു, അത് ക്യാൻസലായി. അങ്ങനെ റൂമിലോട്ട് വന്നു. അങ്ങനെ പിന്നെ ഒരു 9 മണി 10 മണിയൊക്കെ പോയപ്പോൾ ഫുഡ് പുറത്ത് പോയി കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് നൈസ് നൈറ്റൊക്കെ തിരിച്ച് വന്നു. ഓക്കെ ഉള്ളൂ, ബൈ.